ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമോൾ ശാലിനിയോട് ചോദിക്കുവാണ്, അമ്മ ഇത് എവിടായിരുന്നു അമ്മ ഇന്നലെ? ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അമ്മയ്ക്ക് അറിയാവോ? ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് അമ്മ അകത്തോട്ട് കയറിയാൽ മതി. സത്യമോൾ ഇങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ സത്യമോളെ തന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. ശാലിനി ഒരു ചെറു പുഞ്ചിരിയോടെ സത്യമോളുടെ ചോദ്യത്തിന് ഉത്തരവൊന്നും പറയാതെ സത്യമോളെ തന്നിങ്ങനെ നോക്കുവാണ്. ശാരദാമ്മയാണെങ്കിലോ അവൾ ചോദിച്ചത് കണക്കായിപ്പോയി, ആവശ്യമായിപ്പോയി എന്നൊരു ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് ഓടി വരുന്ന സത്യമോളെ വിഷ്ണു അങ്ങ് പിടിച്ചു നിർത്തുവാണ്. എന്നിട്ട് സത്യമോളെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. സത്യമോളും അതുപോലെ തന്നെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു സത്യമോളുടെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് വിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മോളെ എന്നും പറഞ്ഞ് മോളെ അങ്ങ് മാറോടണച്ച് കരയുവാണ്. അത് കണ്ട് ശാലിനി അങ്ങ് സന്തോഷപ്പെടുവാണ്. ഒന്നും മനസ്സിലാകാതെ ശാരദാമ്മ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. എന്താ ഇവിടെ നടക്കുന്നത്? വിഷ്ണുവിനാണെങ്കിൽ അച്ഛനെന്ന സ്ഥാനത്ത് നിന്ന് സത്യമോക്ക് ഇത്രയും നാളും കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹമെല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ടങ്ങ് കൊടുക്കുവാണ്. കുഞ്ഞിൻ്റെ കവളിലങ്ങ് മാറി മാറി അങ്ങ് മുത്തം വെക്കുവാണ് വിഷ്ണു. ഇതൊക്കെ കണ്ട് ശാരദാമ്മ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. വിഷ്ണു സത്യമോടെ കൈയും കൈവിരലുകളും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, മോളെ അച്ഛനോട് ക്ഷമിക്കും മോളെ. വിഷ്ണു അങ്ങനെ സത്യയോട് പറയുന്നത് കേട്ട് സത്യാമ്മ അങ്ങ് ഞെട്ടി വായും പൊളന്ന് നിൽക്കുവാണ്. അച്ഛൻ ഒന്നും അറിഞ്ഞില്ല മോളെ, ഈ അച്ഛൻ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുവാണ് വിഷ്ണു. സത്യമോളാണെ അതിശയത്തോടെ ചോദിക്കും, അച്ഛനോ? അതെ, മോളുടെ വിഷ്ണു അച്ഛൻ, മോളുടെ ബിഗ് ഫ്രണ്ട്. വിഷ്ണു സത്യമോളെ അങ്ങനെ മാറോടണച്ചിട്ട് പറയുന്നു, എൻ്റെ മോള്, എൻ്റെ ചോര, ജനിച്ചപ്പം മുതൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമോള്, എൻ്റെ എല്ലാമായ എൻ്റെ പൊന്നുമക്കള്, എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു കിട്ടി. എനിക്കെൻ്റെ ലോകമെന്ന് വെച്ചാൽ ഇനി ഇവരാണ് ഇനി എൻ്റെ ലോകം, എൻ്റെ മക്കള് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടക്കാനാകാത്ത ആ സ്നേഹപ്രകടനങ്ങൾ ഇങ്ങനെ തുടരുവാണ്. ഇതൊന്നും മനസ്സിലാകാത്ത സത്യമോൾ ചോദിക്കുക, എന്താ ബിഗ് ഫ്രണ്ടായി കാണിക്കുന്നതൊക്കെ? ബിഗ് ഫ്രണ്ടിന് എന്ത് പറ്റി? സ്നേഹമാ മോളെ, സ്നേഹം. എൻ്റെ സത്യമോളോടെ ഈ ബിഗ് ഫ്രണ്ടിനുള്ള സ്നേഹം, ഈ സ്നേഹം ഇനി കൂടുകയേ ഉള്ളു മോളെ. പറഞ്ഞറിയിക്കാനാകാത്ത വിധം സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാ ബിഗ് ഫ്രണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ഈ കാണിക്കുന്നതൊക്കെ കണ്ട് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, എടി എന്താടി ഇതൊക്കെ? വിഷ്ണുവേട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞമ്മേ. അയ്യോ എൻ്റെ ഈശ്വര, പപ്പിയും സത്യയും വിഷ്ണുവേട്ടൻ്റെ മക്കളാണെന്ന്, ശ്യാമയുടെ ജീവിതത്തിന് വേണ്ടി സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതാണെന്നും എല്ലാം പറയേണ്ടി വന്നു. ശാരദാമ്മ സന്തോഷത്തോടെ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട്, എൻ്റെ ദേവി നീ കാത്തു. വലിയൊരു ദുരന്തമാണ് ഇതറിയുമ്പോഴുണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതിയത്. അതൊരാൾക്കും ദോഷമില്ലാത്ത രീതിയിൽ എൻ്റെ മോളെ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തല്ലോ. എൻ്റെ ദേവിക്ക് 100 നന്ദി. കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലമ്മേ. എന്നാലും അതൊക്കെ ഇനി എന്ത് വന്നാലും നമുക്കൊന്നിച്ച് നിന്ന് തരണം ചെയ്യണം. അതൊക്കെ സമാധാനമുള്ള കാര്യങ്ങളാ മോളെ. എന്നാലും എൻ്റെ സത്യമോക്ക് സന്തോഷമായി, എനിക്ക് അത്രയും മാത്രം മതി. വിഷ്ണു ശാരദാമ്മയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പറയുവാണ്, ഇതെൻ്റെ മോളാ, എൻ്റെ മോള്. വിഷ്ണു അങ്ങനെ പറയുന്നത് കേട്ട് ശാരദാമ്മയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒന്ന് കാണാനുള്ളതാണ്. വിഷ്ണു സത്യമോളെ അങ്ങ് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ശാരദാമ്മയോട് പറയുവാണ്, ശാരദാമ്മേ, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം സന്തോഷത്തോടെ മരിച്ചതാരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ച് പറയും, ഈ ഞാനാണെന്ന്. പിന്നെ ശാരദാമ്മയോട് വിഷ്ണു പറയുന്നു വളരെ വിഷമത്തോടും നാണത്തോടും ഒരു കുറ്റവേറ്റ് പറച്ചിൽ പോലൊക്കെ പറയുവാണ്, ശാരദാമ്മേ, ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞു പോയി, എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണേ എന്നും പറഞ്ഞ് വിഷ്ണു ശാരദാമ്മയുടെ കാല് തൊട്ട് തൊഴുവാണ്. അയ്യോ മോനെ വിഷ്ണു, എന്തായി കാണിക്കുന്നത്? അത് ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നിയന്ത്രണം വിട്ട് പറഞ്ഞതൊക്കെ അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളുമാണെന്ന് മനസ്സിലായപ്പോൾ ചങ്ക് തകർന്ന അവസ്ഥയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതത്തോട് ഞാൻ ഏറ്റവും അധികം കടമപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോട് തന്നെയാണ്. മറക്കില്ല ഞാൻ, ഈ വിഷ്ണു മറക്കില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ഈ ഒരു നിമിഷം. ഇതൊന്നും പകരം വെക്കാൻ പറ്റാത്ത സ്വപ്ന നിമിഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ രണ്ട് കൈയും കൂപ്പി ശാരദാമ്മയോട് പറയുവാണ്. കുറേ വൈകിയാണെങ്കിലും എനിക്കിതിനെല്ലാം നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. പറയാനുള്ള വാക്കുകൾ പോലും എനിക്ക് കിട്ടുന്നില്ല.
ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ശാലിനി പറയുക, വിഷ്ണുവേട്ട, അമ്മയുടെ സ്വപ്നം തന്നെ നമ്മളുടെ ജീവിതമാണ്. ആ ജീവിതം നമ്മളിനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനെന്താ ശാലിനി, അതിപ്പം തന്നെ നമുക്ക് കാണിച്ചു കൊടുത്തുകൂടെ എന്നും പറഞ്ഞ് സത്യമോളെ ഉമ്മ കൊടുക്കുകയും സത്യമോളെ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പൊക്കുകയും വട്ടം ചുറ്റുകയും ഒക്കെ ചെയ്യുവാണ് വിഷ്ണു. സത്യമോളാണെ ഭയങ്കര സന്തോഷത്തിലാണ്. അയ്യോ ബിഗ് ഫ്രണ്ടേ മതി, എനിക്ക് തല ചുറ്റുന്നുണ്ട്, മതി എന്നെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചത്. അയ്യോ എൻ്റെ ബിഗ് ഫ്രണ്ടിന് ഇത് എന്ത് പറ്റിയതാ, മതി ബിഗ് ഫ്രണ്ടേ, എന്നെ താഴെ ഇറക്ക്. ഇതൊക്കെ കണ്ട് ശാരദാമ്മ അങ്ങ് ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ശാലിനിയും മനസ്സിൽ കണ്ട സ്വപ്നമാണല്ലോ ഇതൊക്കെ, അതെല്ലാം സാക്ഷാത്കരിക്കുന്ന കണ്ട് ശാലിനിയും സന്തോഷത്തോടെ നിൽക്കുവാണ്. മോളെ ശാലിനി, ഒന്നും അറിയാതെ സത്യമോടെ ഒരു ചിരി കണ്ടില്ലേ? ഇനി എല്ലാം അറിയുമ്പോൾ എൻ്റെ മോളുടെ ഈ ചിരിക്ക് ഭംഗി കൂടും. അതെനിക്ക് ഉടനെ കാണാൻ പറ്റുമോടി? അതിന് നമ്മൾ ഇനി ഒന്ന് തയ്യാറെടുക്കണം അമ്മേ. തൽക്കാലം കുട്ടികൾ വിശ്വസിച്ചിരിക്കുന്ന പോലെ തന്നെ അങ്ങ് പോകട്ടെ. എല്ലാം തുറന്നു പറയാൻ ഒരു അവസരം വരും. അതുവരെ ഇതുപോലെ തന്നെ അങ്ങ് പോകട്ടെ. അമ്മ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അച്ഛനും മകളുടെയും സന്തോഷവും കറക്കവും കണ്ടോ? ഇത്രയൊക്കെ എല്ലാം ശരിയായില്ലേ? ബാക്കിയും എല്ലാം ശരിയാകും അമ്മേ. ശരിയാകും മോളെ, എല്ലാം ശരിയാകും. ശാരദാമ്മയ്ക്ക് അങ്ങനെ സന്തോഷം താങ്ങാനാകാതെ ഓടി പൂജാ റൂമിലോട്ട് പോവുകയാണ്. മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ചിരിച്ചോടെ ദേവിയുടെ മുന്നിൽ നിന്ന്, എൻ്റെ ദേവി, ഒടുവിലെൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എൻ്റെ വിഷ്ണുമോൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. അവൻ്റെ സ്വന്തം രക്തത്തെ അവൻ ചേർത്ത് പിടിച്ചു. വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുമെന്ന് കരുതിയതെല്ലാം അവിടുത്തെ കൃപ കൊണ്ട് ഒരാപത്തും വരുത്താതെ സാധിച്ചു തന്നു. എൻ്റെ പൊന്നു ദേവി, എനിക്കിനി ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഈ വിവരങ്ങൾ സത്യാമ്മ അറിയുമ്പോൾ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടായേക്കാം. അതൊക്കെ തരണം ചെയ്യാൻ എൻ്റെ ദേവി തന്നെയാണ് ഞങ്ങൾക്ക് ശരണം. ഒരുപാട് കണ്ണുനീര് കുടിച്ചവളാ എൻ്റെ ശാലിനി. എൻ്റെ ശാലിനി മോളോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചവനാ എൻ്റെ വിഷ്ണുമോൻ. ഇനി അവരുടെ ജീവിതത്തിൽ ഒരാളും ഒരു കരടായി വരരുത്. ഇതെൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന മാത്രമല്ല, മനസ്സ് തകർന്ന് ഒരമ്മയുടെ അപേക്ഷ കൂടിയാണ്. എൻ്റെ ദേവി, എന്നെ കൈവിടരുതേ. അച്ഛനും അമ്മയും മക്കളും അവരിന്ന് വരെ അങ്ങനെ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. എൻ്റെ ദേവി, ഇനിയൊരു പരീക്ഷണം അവർക്ക് കൊടുക്കരുതേ. ഈ ഉള്ളവൾക്ക് തന്നോളൂ, ഈ ഉള്ളവളെ കഷ്ടപ്പെടുത്തിക്കോളൂ. ഇനിയെങ്കിലും എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ദേവിയല്ലേ അവിടുന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ശാലിനിയുടെ സ്നേഹം കാണാത്തത്? എൻ്റെ ദേവിയോട് ഒരിക്കൽ കൂടി ഞാൻ യാചിക്കുവാണ്. ഇനി അവർ ജീവിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ. എനിക്കത് കണ്ടാൽ മാത്രം മതി. രക്ഷിക്കണേ ദേവി, എന്നെയും എൻ്റെ മക്കളെയും രക്ഷിക്കണേ. അങ്ങനെ ശാരദാമ്മ മനമൊരുക്കി ദേവിയുടെ മുന്നിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. സത്യഭാമയുടെ വീട്ടിലോട്ട് റവന്യൂ വകുപ്പിന്റെ കാറ് വരികയാണ്. ആ കാറിൽ നിന്ന് 2-3 ഓഫീസേഴ്സ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരാൾ സത്യഭാമയുടെ വീടിന്റെ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ കണ്ടോണ്ട് സത്യഭാമ അങ്ങോട്ട് വരികയാണ്. വീടിന്റെ ഫോട്ടോ എടുക്കുന്നതും വന്ന ഓഫീസർമാരും ഒരു ഗമയിലൊക്കെ അങ്ങനെ നിൽക്കുവാണ്. ഇതൊക്കെ കണ്ട് സത്യഭാമ ചോദിക്കുന്നു, എന്താ, ആരാ മനസ്സിലായില്ല? അതെ, ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അവരങ്ങനെ പറഞ്ഞപ്പോൾ സത്യഭാമയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ കൊണ്ടുവന്ന ആ പേപ്പർ സത്യഭാമയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അപ്പോഴേക്കും പിള്ള രാഘവേട്ടനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. സത്യാമ്മ ആ ലെറ്റർ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് വന്ന ഓഫീസർ പറയുന്നു, 15 ദിവസത്തിനകം 15 കോടി രൂപ അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികൾക്ക് പോകേണ്ടി വരും. അയ്യോ, അവരത് പറയുന്നത് കേട്ട് രാഘവേട്ടൻ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. സത്യഭാമ ചോദിക്കുന്നു, അയ്യോ 15 ദിവസത്തിനുള്ളിൽ 15 കോടിയോ? അയ്യോ, ഇത് ചതിയാ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 15 കോടി ഞാൻ എങ്ങനെ ഒപ്പിക്കാനാ? ഞങ്ങൾക്ക് ഈ തുക അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വീട് ഞങ്ങൾക്ക് ജപ്തി ചെയ്യേണ്ടി വരും. ആരായി രോഹിത്? രോഹിത്തൻ്റെ മകനാണ്. സത്യഭാമയോ? അത് ഞാനാ. ജപ്തി നടപടികൾക്ക് തടസ്സം വന്നാൽ കുടിശ്ശികക്കാരായ നിങ്ങളെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് തുക ഈടാക്കാനും ആ ഓർഡറിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ നോക്ക്. നോട്ടീസ് കൈപ്പറ്റിയ സ്ഥിതിക്ക് വീടും പുരയിടവും സർക്കാരിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മരങ്ങൾ മുറിക്കുകയോ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്താൻ പാടുള്ളതല്ല. അങ്ങനെ വല്ലതും പ്രഥമ ദൃഷ്ടിയാൽ കാണുകയാണെങ്കിൽ വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഓഫീസർ സത്യഭാമയോട് പറയുമ്പോൾ രാഘവേട്ടൻ അതെല്ലാം കേട്ടിട്ട് പുള്ളി അവിടെ നിന്ന് നെഞ്ചു തടയുകയാണ്.
രാഘവേട്ടന് തല ചുറ്റുന്ന പോലെ രാഘവേട്ടൻ നെഞ്ചു കടകുകയോ എന്തൊക്കെയോ ചെയ്യുവാണ്. അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരങ്ങ് പോയി. സത്യാമ്മയാകെ തകർന്ന് തരിപ്പണമായി ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്ന നോട്ടീസ് വീണ്ടും ഒന്ന് വായിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രാഘവേട്ടൻ സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രാഘവേട്ടൻ നോക്കുന്ന ആ നോട്ടം സത്യഭാമയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ രാഘവേട്ടൻ! സത്യഭാമയുടെ അഹങ്കാരമൊക്കെ പോയി ദയനീയമായി രാഘവേട്ടനെ നോക്കുമ്പോൾ രാഘവേട്ടൻ ചോദിക്കുന്നു, എല്ലാം കൊണ്ടുപോയി കളഞ്ഞല്ലോ ഭാമേ നീ. പ്രാവ് കൂട് കെട്ടുന്ന പോലെ നുള്ളിപ്പറുക്കി ഉണ്ടാക്കിയതെല്ലാം നീ കൊണ്ടുപോയി കളഞ്ഞല്ലോ. എന്തിനാ നീ ഇനി എന്നെ കൂടെ ബാക്കി വെച്ചിരിക്കുന്നേ? അങ്ങ് കൊന്നുകള. അയ്യോ രാഘവേട്ട, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നതൊക്കെ കൈവിട്ടു പോകുന്നത് കാണാനേ ഞാനിനി ഈ ഭൂമിയിൽ വേണ്ട. എനിക്കത് കാണാനുള്ള ശക്തി ഇല്ല ഭാമേ. ഒന്നുകിൽ നീ എന്നെ അങ്ങ് കൊല്ലണം, ഇല്ലെങ്കിൽ ഇപ്പോഴീ നിമിഷം നീ ഇതിന് പരിഹാരം കാണണം. ഭാമ അങ്ങനെ വിങ്ങി വിങ്ങി പറയാൻ വയ്യാതെ നിന്ന് പരുങ്ങുവാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ദാസനെ ഒന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും ധൈര്യം തന്നത് അയാളാണല്ലോ. എന്തെങ്കിലും ഒരു വഴി അയാൾ പറയാതിരിക്കില്ല. എന്നാ പോയി വിളിക്കടി, ഒട്ടും താമസിക്കരുത്. എല്ലാം കേട്ടിട്ട് എൻ്റെ കാൽപാദം അടക്കം നിന്ന് പുകയുവാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത ഒരു പരിഭ്രമം എടുക്കുന്നു. തല ചുറ്റുവാണോ നെഞ്ചുവേദന എടുക്കുവാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ നിന്ന നിൽപ്പിലങ്ങ് മരിച്ചു പോണേന്ന് കൂടെ ഞാൻ പ്രാർത്ഥിച്ചു പോവുക. അയ്യോ രാഘവേട്ട, രാഘവേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. രാഘവേട്ടൻ ഇവിടെ നിന്നിരിക്കി. നീ എൻ്റെ കാര്യം വിടുഭാമേ. നീ ആരെയാന്ന് ചെന്ന് വിളിക്ക്. വേണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ഈ മണ്ണ് അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ മുതലായത് 5ഉം 10ഉം ഒക്കെ ചേർത്ത് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. പോയി വിളിക്ക് നീ ആരെയാന്ന് വെച്ചാ. ആരെയാണെങ്കിലും വിളിച്ച് നീ പറ ഇവിടുന്ന് ഇറങ്ങാൻ മനസ്സില്ലെന്ന്. കൂടുതൽ നിർബന്ധം പിടിച്ചാൽ 2 മനുഷ്യ കോലങ്ങൾ ഈ ഉത്തരത്തിൽ തൂങ്ങിയാടുമെന്നും കൂടെ പറഞ്ഞേരെ. പറയടി നിന്റെ മന്ത്രിയോട്. എന്താ ഭാമേ നീ നോക്കി നിൽക്കുന്നേ? വിളിക്ക് ഭാമേ. സകലതും നഷ്ടപ്പെട്ട് തകർന്ന രീതിയിൽ സത്യഭാമയെ അങ്ങനെ മന്ത്രിയെ വിളിക്കാൻ പോവാണ്. മന്ത്രി ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമയുടെ അഹങ്കാരവും അഹന്തയും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി നാളെ വരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.